ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്ന് മനോഹരമായ സുപ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം 1 പത്രോസ് അധ്യായം 2 9, 10 തിരുവചനങ്ങൾ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അധ്യായം 2 9, 10 തിരുവചനങ്ങൾ. ആരാണ് ഒരു ക്രിസ്ത്യാനി? ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആരാണ്? വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആരാണ് ഒരു ക്രിസ്ത്യാനി എന്ന്. ആരൊക്കെയാണ് നമുക്ക് നോക്കാം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. 4 വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം, രാജകീയ വംശം, പുരോഹിത വംശം, തിരഞ്ഞെടുക്കപ്പെട്ട വംശം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുൻപ് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. നിങ്ങൾക്ക് മുൻപ് കരുണ ലഭിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അധ്യായം 2 9, 10 തിരുവചനങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം അത്രമാത്രം ആരാണ് ഒരു ക്രിസ്ത്യാനി? ദൈവത്തിൻ്റെ സ്വന്തം ജനം, രാജകീയ വംശം, പുരോഹിത ഗണം, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, മറ്റു ജനതകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനത, മറ്റു ജനതകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനത. അന്ധകാരത്തിലായിരുന്ന ജനത നമ്മളൊരു പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. മുൻപ് ഒരു ജനമായിരുന്നില്ല, ഇപ്പോൾ പിതാവായ ദൈവം, അവിടുത്തെ മക്കൾ, നമ്മളൊരു ജനമായിരിക്കുന്നു, ജനതയായിരിക്കുന്നു. മുൻപ് കരുണ ലഭിച്ചിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നമുക്ക് കരുണ, ആകാശത്തോളം നമുക്ക് കരുണ, വിശാലമായ കരുണ ദൈവത്തിൻ്റെ ലഭിക്കുന്ന അനർഘ നിമിഷങ്ങളാണ്, ദിനങ്ങളാണ്. കരുണ, മരിക്കുന്നത് വരെ അവിടുത്തെ കരുണ നമ്മളെ പിന്തുടരുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിധി മാത്രമാണ്, പിന്നെ നീതിമാനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാണെന്നും, ഞാൻ ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനി, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടെ മുന്നോട്ട് പോകാം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് അധ്യായം 2 നമുക്ക് 9, 10 തിരുവചനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അത് മനഃപ്പാഠമാക്കും തോറും നമ്മൾക്ക് അഭിമാനം കൊള്ളുകയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പോലെ നമുക്ക് പെരുമാറാം, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പോലെ നമുക്ക് ജീവിക്കാം. അപ്പൻ്റെ എല്ലാ അനുഗ്രഹ സമ്പത്തും മക്കളായ നമുക്ക് സ്വന്തമാണ്. അതറിയാതെ നമ്മൾ നടന്നു പോകുന്നു, ജീവിക്കുന്നു. അപ്പൻ്റെ മുഴുവൻ സമ്പത്തിനും നമ്മൾ അവകാശികളാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.